എന്നെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, എന്നെ സ്നേഹിക്കുന്ന രക്ഷകനായ ഈശോയെ, എന്നെ സ്നേഹിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്തുതിക്കുന്നു, ഞാൻ നിന്നെ ആരാധിക്കുന്നു. നമ്മളിൽ എത്ര പേർക്ക് കഴിയും ഇങ്ങനെ പറയാൻ? 100 പേരിൽ 50 പേർക്ക് പോലും കഴിയില്ല. നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കാനോ ദൈവത്തോട് നന്ദി എന്നൊരു വാക്ക് പറയാനോ നമ്മൾ ആരും തയ്യാറാവുന്നില്ല. നമ്മളെല്ലാവരും വിളിക്കുന്നത് എന്തിനാണ്? ദൈവമേ, എനിക്ക് ചീപ്പ്, സോപ്പ്, കണ്ണാടി ഇത് വാങ്ങിക്കാൻ ഒരവസരം തരണേ, ഇല്ലെങ്കിൽ എൻ്റെ കടബാധ്യത തീർക്കണമേ, ഇല്ലെങ്കിൽ എനിക്ക് എക്സാം പാസ്സാകണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മൾ വിളിക്കേണ്ടത് ദൈവത്തെ വിളിക്കുമ്പോൾ ദൈവത്തെ, ഒരു കുഞ്ഞിനെ നമ്മൾ സ്നേഹിക്കുന്നു, നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ സ്നേഹിക്കുന്നു, അതുപോലെ ദൈവത്തെ നമ്മൾ സ്നേഹിക്കാൻ മറന്നുപോകും. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ദൈവത്തെ വിളിക്കുന്നു. ദൈവം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളതാണ്. ആ ഒരു വാക്ക് ഉപയോഗിക്കാൻ ആരും തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം. ഇപ്പം അമ്പപിതാവെ, അങ്ങയുടെ പുത്രനായ ഈശോയുടെ രക്തത്താൽ എന്നെ കഴുകി വിശുദ്ധീകരിച്ച് നിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. ബൈബിളിൽ തന്നെ പറയുന്നുണ്ട് ഈശോയുടെ തിരുരക്തത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ട്, ആ തിരുരക്തം എത്ര വലിയ അമൂല്യമാണെന്ന് ബൈബിളിൽ തന്നെ പല ഭാഗങ്ങളിലും പറയുന്നുണ്ട്. യോഹന്നാൻ 3:16 വചനത്തിൽ പറയുന്നുണ്ട്, എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്ന്. ശരിയാണ്, ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. പക്ഷേ നമ്മൾ തിരിച്ച് അങ്ങോട്ട് ഒരംശം പോലും ചെയ്യുന്നില്ല, തിരിച്ച് ദൈവത്തെ അങ്ങോട്ട് സ്നേഹിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ഇപ്പം എപ്പോസിസ് 1:7 പറയുന്നുണ്ട്, അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമ്മുടെ ക്രിസ്തുവിൽ പാവമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ നമുക്കൊരിക്കലും ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്നിലൂടെയോ നിങ്ങളിലൂടെയോ മറ്റാരിലൂടെയോ ഒന്നും ചെയ്യാൻ കഴിയില്ല. ദൈവത്തിലൂടെ അല്ലാതെ നമുക്ക് ആർക്കും ഒന്നും ചെയ്യാനോ ഒന്നും പ്രവർത്തിക്കാനോ പറ്റില്ല. എല്ലാം നമ്മൾ സ്വയം ചിന്തിക്കുന്നതാണ്. നമ്മുടെ കഴിവുകൊണ്ടാണ് നമ്മളിത് നേടുന്നത്, നമ്മൾ നേടിയിരിക്കുന്നത് എന്ന്. പശ്ചാത്താപം, എളിമ, ഇതൊന്നും ആരിലുമില്ല. എല്ലാവരും ആവശ്യങ്ങൾ കഴിയുന്നു, ദൈവത്തെ വിട്ടു പോകുന്നു, അടുത്ത ഒരു ആവശ്യം വരുന്നു, ദൈവത്തെ വിളിക്കുന്നു, അന്നേരവും ആവശ്യം കഴിഞ്ഞ് പോകുന്നു, അടുത്ത ആവശ്യം വീണ്ടും വരണം. ഇതാണ് ഏതൊരു വ്യക്തിയും ചെയ്യുന്നത്. നമുക്ക് വേണ്ടതെന്താണ്? പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയണം. പരിശുദ്ധാത്മാവിൽ നമ്മളിൽ നിറഞ്ഞാൽ മാത്രമേ ദൈവിക സ്നേഹവും ദൈവത്തിൻ്റെ സാന്നിധ്യവും നമ്മളിലുണ്ടാവും. ആ ദൈവത്തിൻ്റെ സാന്നിധ്യവും പരിശുദ്ധാത്മാവും നമ്മളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പ്രാർത്ഥിച്ച ഉത്തരം കിട്ടുള്ളൂ. അതില്ലാതെ നമ്മൾ തെറ്റുകളും പാപത്തിൻ്റെ മേലിലൂടെ സഞ്ചരിച്ച് വന്നിട്ട് ദൈവം എന്നെ രക്ഷിക്കണമെന്ന് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഇന്ന് ഒരുപാട് പേര് ഓരോ ദിവസവും മെസ്സേജ് അയക്കുന്നത്, ഞാൻ പ്രാർത്ഥിക്കുന്നു, എനിക്ക് ഉത്തരം കിട്ടുന്നില്ല, എത്ര പ്രാർത്ഥിച്ചിട്ടും എനിക്ക് ഉത്തരം കിട്ടുന്നില്ല, ദൈവം എന്നോട് മാത്രം കരുണ കാണിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പം അപ്പോസ്തല പ്രവർത്തനം 2:4 പറയുന്നുണ്ട്, അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ആത്മാവ് കൊടുത്ത ഭാഷാപരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. അതെന്തുകൊണ്ടാണ്? നമുക്കൊരു സഹായനാണ് പരിശുദ്ധാത്മാവായി ദൈവം തന്നിരിക്കുന്നത്. ആ സഹായകൻ നമ്മളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുകയും നമ്മളെ നേർവഴിക്ക് നടത്തുകയും ചെയ്യും. പക്ഷേ നമ്മളത് നേർവഴിക്ക് നയിക്കപ്പെടണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ചെറിയൊരു തീക്കനലായി നിലനിൽക്കുന്ന ആ പരിശുദ്ധാത്മാവിനെ എത്രത്തോളം ആളെ കത്തിച്ച് വലിയൊരു തീയാക്കി ഒരു അഗ്നികുണ്ഡമാക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മളത് അഗ്നികുണ്ഡമാക്കണം. അത് അഗ്നികുണ്ഡമായാൽ മാത്രമേ നമ്മുടെ ഉള്ളിൽ ദൈവം വസിക്കൂ. ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ വചനം നമ്മുടെ ഉള്ളിലുണ്ടാവും. വചനം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ദൈവം നമ്മുടെ ഉള്ളിലുള്ളൂ. നമ്മളെല്ലാവരും പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്തിൻ്റെ കൃപയ്ക്കായിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. എൻ്റെ ആവശ്യം സാധിച്ചു തരണമെന്നല്ല. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഒരു എക്സാം എഴുതാൻ പോകുന്നു. ആ എക്സാം നമുക്ക് പാസ്സാവാൻ പരിശുദ്ധാത്മാവിൽ നമ്മളിൽ നിലനിൽക്കുന്നുവെങ്കിൽ ഒന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. കൃത്യമായിട്ടും വ്യക്തമായ ഉത്തരങ്ങൾ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരും.
പരിശുദ്ധാത്മാവിനെയാണ് നമുക്ക് വേണ്ടത്. ആ പരിശുദ്ധാത്മാവിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം വിശ്വാസത്തോടെ. ദൈവമേ, എന്നിൽ കനിയണമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, എന്നിൽ കനിയണമേ. അമ്പ പിതാവേ, അങ്ങയുടെ പുത്രനായ ഈശോയുടെ രക്തത്താൽ എന്നെ കഴുകി വിശുദ്ധീകരിച്ച് നിന്റെ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ എന്ന് പറഞ്ഞ് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.